പ്രിയപ്പെട്ട മീനാക്ഷിക്ക്. നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. ഞാൻ നിന്നെ ലവ് ചെയ്യുകയാണ്. ഡേ, ഇതെങ്ങനെ അവളെ ടീച്ചർമാരടുത്ത് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? ഞാനിത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്. ടീച്ചർമാരോട് പറയുകയും ചെയ്യല്. എന്ന് സ്വന്തം ശ്രീകുട്ടൻ. ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് നിന്നെ താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റൂല. ഈ പുല്ലിനകത്ത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. കുറെ നാളുകൊണ്ട് ഈ പൈപ്പിൽ ഞാൻ വാങ്ങി വെച്ചേക്കായിരുന്നു. ഇത്ര വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ എന്തിനാ അവന്മാര് പൂട്ടി വെച്ചേ? ഇന്ന് നല്ല അടിയായിരിക്കും. എല്ലാം ഇവൻ കാരണം. ഡേ, നമ്മളെ കൈ കഴുകാൻ പോയി അറിയാതെ പൈപ്പ് പൊട്ടി, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. എന്തായാലും വാ. നിന്നെയൊക്കെ വടയോട്ട് വാ. സാറേ, ദാ യോമാരാ, ഞാൻ കണ്ടതാ. എന്താണ് ഇതൊക്കെ? എന്താ സാറേ? നിനക്കെന്താ അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാടാ പൈപ്പ് പൊട്ടിയത്? സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട്. പിന്നെ പൈപ്പ് താനേ പൊട്ടോ? സാറേ, കൈ കഴുകാൻ പോയപ്പോ പൈപ്പ് പൊട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ. നീയൊക്കെ കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫർട്ട് ഇല്ലാതാക്കിയിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സാറേ, സത്യമായിട്ട് ഞങ്ങളല്ല ഇത്. നമുക്ക് അറിഞ്ഞൂടാ സാറേ ഇത്. എന്നെ കൊണ്ട് കമ്പടിപ്പിക്കരുത്. വേണ്ട വേണ്ട നിൽക്കുമ്പോ. സാറേ, അറിയാതെ പൈപ്പിൽ പിടിച്ച് തിരിച്ചപ്പോ പൊട്ടിപ്പോയി. അല്ലാതെ വേറെ ഒന്നും നമ്മള് ചെയ്തില്ല. സാറേ, ഇപ്പൊ പൈപ്പ് പിടിച്ച് തിരിച്ചാ പൊട്ടിയതായി. നാലും പഠിച്ച കള്ളന്മാരാ സാറേ. ഇവന്റെ മോഡൽ നശിപ്പിക്കാൻ മാത്രം പ്രതികാര ബുദ്ധി എവിടെ നിന്ന് വന്നാണ് നിനക്കൊക്കെ? സാർ, സത്യമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല സാറേ. കള്ളം പറയുന്നു സാറേ, നമ്മളല്ല. പിന്നെ ആരാടാ? പറയടാ. എടാ, നീയൊക്കെ ആദ്യം പറഞ്ഞു നിനക്കൊന്നും അറിയില്ല. പിന്നെ പറഞ്ഞു കൈ കഴുകാൻ പോയപ്പോൾ താനേ പൊട്ടിയതാണ്. ഇപ്പം പറഞ്ഞു പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോൾ പൊട്ടിയതാണ്. ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യമൊക്കെ വെച്ചാൽ നീയൊക്കെ വലുതാകുമ്പോൾ എന്തൊക്കെ ചെയ്യും? സാറേ, സത്യമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല സാറേ. കണ്ണി നോക്കി കള്ളം പറയുന്നോടാ. നിനക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ? നീയൊക്കെ പഠിച്ചാ ഈ ക്ലോതും വരെ ബാക്കി വെച്ചേക്കില്ലല്ലോ. നിന്നെയൊക്കെ ഉണ്ടാക്കി തന്നെ തളയും പറഞ്ഞാൽ മതി. ഏതൊക്കെ പറയടാ, എന്നോട് സത്യം പറഞ്ഞില്ലേ? നിർത്തണോ? മതി സാറേ, പിള്ളേരല്ലേ. താൻ എന്താണോ ഈ കാണിച്ചേ? ഞാൻ എന്തിനാണോ പിന്നെ ഇവിടെ ഉള്ളത്? ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതിനുള്ള കാര്യപ്രാപ്തിയോടെ വേണ്ടേ സാറേ? താൻ ആരാണോ സംസാരിക്കുന്നത് അറിയോ? സാറേ, വേണ്ട. സാർ എന്തിനാ പിള്ളേരെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചത്? ടീച്ചർ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടാന്നോ? അതെന്താ ഞാൻ ഇടപെട്ടാ? ആ കുട്ടികളെ ഞാനും പഠിപ്പിക്കുന്നതല്ലേ. പഠിപ്പീരിന്റെ ഗുണമൊക്കെ ഞാൻ കണ്ടത്. അവന്മാര് കാണിച്ച തണ്ടിത്തരം ടീച്ചറും കണ്ടതല്ലേ? അവരങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ ഇങ്ങനാണോ അടിക്കുന്നത്? അടി മാത്രമല്ല, എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറ്റുന്നുള്ളൂ. അതെങ്ങനെ?
ഗ്രാൻഡ് വാങ്ങാനല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ. കഷ്ടം, നിങ്ങളൊരു അധ്യാപകനല്ലേ? വിജയ, ആ പാരന്റ്സ് രജിസ്റ്ററിംഗ് എടുത്തേക്ക്. സാറേ അത് മതി നിർത്ത്. നാളെ ഞാൻ സ്കൂളിൽ പോകണുണ്ടല്ലോ. എന്താണെന്ന് അന്വേഷിക്കട്ടെ. അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല. സത്യം അറിഞ്ഞിട്ട് മതി ഇനി അടിയും വഴക്കൊക്കെ. ഞാൻ എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ കുഴപ്പം. നിങ്ങൾ അച്ഛനും മോനും എന്താ ആയിക്കോ, എന്നെ നോക്കണ്ട. പോയിരുന്നു പഠിക്കണം വല്ലതും. ആഴ്ച വേണോ നിക്കണം. എടാ, ആ സ്റ്റോർ റൂമിൽ വെള്ളം ലീക്ക് ഉണ്ടെന്ന്. അതിൽ നിന്നാ മോഡല് ചീത്തയത്, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഇവിടെ എല്ലാരും അറിഞ്ഞു. ആഹാ, അപ്പൊ നേരെ വേണ്ട കാര്യം അന്വേഷിക്കാതെ ആടാ നിന്നെയൊക്കെ പട്ടിയെ പോലെ അടിച്ചത്? അയാളാണ് ചാ. എന്താണ് ഇവിടെ പ്രശ്നം? ബെല്ലടിക്കാറായി, ക്ലാസ്സിൽ പോ. വായിച്ചേക്ക്. മായ്ക്കല്ലേ മായ്ക്കല്ലേ മായ്ക്കല്ലേ. മാച്ച് പോയപ്പോ ആരൊക്കെ പോയി? കഴിഞ്ഞടാ. പൃഥ്വിരാജ്, സാർ. ബോർഡ് വായിക്കും. യെസ് സാർ. സാർ നമ്മൾ എഴുതി കഴിഞ്ഞില്ല സാർ. നീയൊക്കെ എഴുതിയെടുത്തോളം മതി. പോയി വായിക്കേ. സാർ പ്ലീസ് സാർ. കൈ കയറി പിടിക്കുന്നോടാ. അയിങ്ങാടാ, ഇങ്ങ് തോടാ തരാൻ. ദാ. ഇവിടെ ഇങ്ങനെ നിന്നോണം. യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി. സാർ ബാടി. ഈ വരുന്ന 9-ാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ. അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ്സിലെ ഇലക്ഷനും. അപ്പം ലീഡറായിട്ട് അമ്പാടി തന്നെ നിൽക്കട്ടെ അല്ലേ? വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ. മത്സരിക്കണം. എനിക്ക് മത്സരിക്കണം ക്ലാസ് ലീഡർ ഇലക്ഷന്. നിനക്കോ? അതൊന്നും വേണ്ട. യോഗ്യതയുള്ളവർ മത്സരിക്കട്ടെ. സാറ് അമ്പാടിക്ക് മാത്രം ലീഡർ ആവുന്നൊന്നുമില്ലല്ലോ. ഇല്ല. ഡാ, ഇവനൊക്കെ വേണ്ടി ആര് വോട്ട് ചെയ്യാനാ? 1, 2, 3 വോട്ട് കിട്ടും. വേറെ ആരി? സാർ ഞാൻ ചെയ്യും. ശരി, 4 വോട്ട്.
എടാ അതിനു വേണ്ടി ഇലക്ഷനൊക്കെ നടത്തി വെറുതെ സമയം കളയണോ? അതൊന്നും വേണ്ട, അമ്പാടി നിന്നോളൂ. സാറേ ശ്രീകുട്ടന്റെ പേരെടുത്ത ആർക്കും നിൽക്കാനോ ഇലക്ഷന്? അതെ, പിന്നെന്താ അവന് നിന്നാ? എന്താ എന്തു പറ്റി? എന്താ ഇവിടെ ഒരു ബഹളം? ഇലക്ഷന്റെ ചർച്ച നടക്കുക. ഇലക്ഷൻ്റെ എന്ത് ചർച്ച? അല്ല സാറേ, അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ. ആ, ഇത്തവണ അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണം എന്ന്. ഈ സാറിനെ ആഹാ, ലീഡറാവണം അല്ലേ? അതെ അതെ, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്നിപ്പോൾ കേട്ടത്. ശരിയല്ലേ സാറേ? ശല്യങ്ങളാ. അനുസരണ എന്ന് പറഞ്ഞാൽ ഇവന്റെ ശ്രീകുട്ടൻ നിന്നാ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവനൊക്കെ ഇലക്ഷനിൽ ഇലക്ഷനിൽ നിന്നാ എന്താ പ്രശ്നം? ഇവനൊക്കെ കാണിച്ചു കൂട്ടി സാർ ഇന്നലെ കണ്ടല്ലേ? ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ? ആ ബുക്കിങ്ങ ശ്രീകുട്ട ഒപ്പിട. സുഹൃത്തുക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടെ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. ഒരു 2 മാസം മുമ്പ് എൻ്റെ മോൻ വിഷ്ണു അവനെ കാണാതായി സുഹൃത്തുക്കളെ. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ അവനെ തിരിച്ചു കിട്ടി. അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ പറഞ്ഞതിൻ്റെ പുറത്ത് ദാണ്ട ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിരുന്നു സുഹൃത്തുക്കളെ. പക്ഷേ അന്ന് ചെറുക്ക ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോഴും ഈ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഓടുകയാണ് സുഹൃത്തുക്കളെ. അത് കാരണം എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ചെറുക്കനെ കിട്ടിയതെന്ന് പറഞ്ഞ് പലരും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, എൻ്റെ സ്കൂളിൽ പോണ ചെറുക്കനെ 2-3 ദിവസം വീട്ടിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു സുഹൃത്തുക്കളെ. ഇതിൽ നിന്നൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് ഇപ്പോൾ ഫോട്ടോ എടുക്കണ. ലൈവാ എന്തിനു? അല്ല, എൻ്റെ മോൻ അന്ന് കാണാതായ. അയ്യോ, പിന്നെ കാണാതായ? അല്ല, നിൽക്കണ പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു. ഈ ജാംബവാന്റെ വിഷ്ണുവിന്റെ മിസ്സിംഗ് കേസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ബിനുക്കുട്ടൻ ചേട്ടനെ വിളിച്ച് കാര്യം പറയണം. ഇതൊരു എന്റെ പൊന്ന് സാറേ, എന്റെ മോനാണ് ഈ നിക്കണത്, വിഷ്ണു. മനസ്സിലായോ? ശരിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, പറ്റിയ അബദ്ധം എന്റേതാണ്. ജാംബവാനെ അല്ല കാണാതെ പോയത്, ഞാനാണ് ജാംബവാനെ കാണാതെ. ജാംബവാനല്ല സാറേ, വിഷ്ണു. ശരി. മതി കട്ടി മതിയുടെ കട്ടി വാ മതിയുടെ. ഇതൊക്കെ കൊണ്ട് വല്ല കാര്യം ഉണ്ടാടാ? നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. എന്തായാലും 19 പേര് കണ്ടു. നീ ഇപ്പൊ കേട്ടണമൊക്കെയാണ്. ഞാൻ വാടാ. ഈ ദേശത്തിൽ അവനൊന്നും ചെയ്യില്ല. സാറുമാരെന്തത്ര നേരത്തെ? അണ്ണാ 4 മിന്നൂസ്. മിന്നൂസൊന്നുമില്ല, ദിവസം വന്നോളും ഓസിന് കൂച്ചാൻ. ചുമ്മാ പറഞ്ഞാണ്, മിന്നൂസൊക്കെ തരാം. ഓ വേണ്ട. എടാ, നീയൊക്കെ അല്ല അവന്റെ മോഡൽ നശിപ്പിച്ചെന്ന് എല്ലാരും അറിഞ്ഞല്ലേ? പിന്നെ എന്തെത്ര വിഷമം നിനക്കൊക്കെ? അതൊന്നും അല്ല. പിന്നെ ക്ലാസ്സിലെ ഇലക്ഷന് പേരെടുത്തു. ആര്? വേറെ ആര്? ശ്രീകുട്ടൻ. എന്തിന്? എന്തോ അമ്പാടി കിട്ടുന്ന പണിയാൻ. സീരിയസ് ആയിട്ടാണ്? നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടെ നേരെ വണ്ണം സമയത്തും കാലത്തും കേറാൻ നോക്ക്. എന്നിട്ട് 4 ലക്ഷം പടി, എന്നിട്ട് ഒരുത്തന്നെ പണിയാൻ നോക്കാം. അവനൊക്കെ പണിയാൻ നടക്കണം. പിന്നെ മേസ്തരിയല്ലേ പണിയാൻ.